ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാനായിട്ട്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സ്കൂൾ സപ്ലൈസ് വാങ്ങിക്കാനായിട്ട്. ഇപ്പോൾ സ്കൂൾ തുറക്കാനായിട്ട് ഏകദേശം ഒരു മാസത്തിനടുത്തുള്ളൂ. അപ്പോൾ സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങിച്ചു വെച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം അവസാനം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ചിലതൊന്നും കിട്ടാതെയാവും. പോകുന്ന വഴിക്ക് വർക്ക്ഷോപ്പിലും കൂടെ ഒന്ന് കയറണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓടിച്ചുകൊണ്ട് എടുക്കുന്ന പഴയ വണ്ടിക്ക് ഒരു തുമ്മലും ചീറ്റലും. ആ വണ്ടിയും കൊണ്ട് ഹസ്ബൻഡ് മുമ്പേ പോകുന്നുണ്ട്. അങ്ങനെ വർക്ക്ഷോപ്പിലെത്തി അവിടെ നിന്ന് ആൾ വന്ന് നോക്കിയപ്പോൾ പറയുകയാണ് ഈ വണ്ടിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന്. അപ്പം നമ്മളാരായി? ഇനി ആ വണ്ടി കൊണ്ടുവന്ന് വീട്ടിലിട്ടിട്ട് ഈ വണ്ടിയിൽ കയറി വരുന്നത് അത്ര പ്രായോഗികമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ 2 വണ്ടിയും കൊണ്ടും പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ പുതുതായിട്ട് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് നമ്മൾ പവർ കൂടുതലുള്ള വണ്ടികളൊന്നും ഓടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഓടിക്കുന്ന വണ്ടിയാണ് കിടക്കുന്നത്. ഇനി അധികം ഇവിടെ നിന്ന് സമയം കളയണില്ല, വേഗം കടയിലേക്ക് പോകാം. കാരണം കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഇവിടെ കടയിലെത്തി. അത് കസേര കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം കാലുവേദന തന്നെ ഒരു കുട്ടിയുണ്ട് ഞങ്ങളുടെ കൂടെ. അവിടുത്തെ കസേര കയറി ഇരിക്കുന്നുണ്ട്. ഇവരാണെങ്കിലോ CID മൂസയിലെ ബിന്ദു ചേച്ചിയുടെ ക്യാരക്ടറിൻ്റെ അവസ്ഥയായി. ഇവർക്ക് ഏതെടുക്കണ്ട എന്നുള്ള അവസ്ഥയില്ലേ അത്. ലിസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ലിസ്റ്റില്ലാത്ത സാധനം നോക്കിക്കൊണ്ടിരിക്കണത്. അങ്ങനെ ട്രോളി നിറച്ച സാധനങ്ങൾ വാങ്ങിച്ച് ആ കടയിൽ നിന്ന് ഇറങ്ങി. ആ കടയിൽ നിന്ന് കിട്ടാത്തതായ സാധനങ്ങൾ ഇപ്പുറത്തെ കടയിൽ കൂടെ കയറി വാങ്ങിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കാണാത്തതായിട്ടുള്ള സ്കൂൾ സപ്ലൈസ് ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 40,000 രൂപയുടെ അടുത്ത് ചിലവായപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചിന് തിരിച്ച് വീട്ടിലേക്ക് പോന്നേക്കാന്ന്. മുഴുവനും സ്കൂൾ സപ്ലൈസ് വാങ്ങിച്ചതല്ല കേട്ടോ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. ഇതുകൂടാതെ തെമൂനും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ലിസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഇനിയും ഉണ്ടാവും മേടിക്കാത്തതും വിട്ടുപോയിട്ടുള്ള സാധനങ്ങൾ. ഒരു നഴ്സറിയിൽ കൊടുത്തു വിടാനായിട്ട് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് കപ്പ് വേണം കേട്ടോ. അതിനായിട്ട് ജസീന്തയ്ക്ക് ഒരു കപ്പും വാങ്ങിച്ചു. പുതിയ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവില്ലേ, ആ സന്തോഷമാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.